കാർ 24 ആണോ സ്പിന്നി ആണോ കാറ് വിൽക്കാനായിട്ട് നമുക്ക് നല്ലത് നല്ലതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഒന്നിൻ്റെയും പ്രൊമോഷൻ അല്ല. ട്രാക്സ് അരീനയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വണ്ടി ടിയാഗോ NRG 2018 മോഡലായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. 42,000 കിലോമീറ്റർ ആയിരുന്നു വണ്ടി വിൽക്കുമ്പോൾ ഓടിയിട്ടുണ്ടായിരുന്ന കിലോമീറ്റേഴ്സ്. അപ്പോൾ ഞാൻ ഒരേ ദിവസം തന്നെ കാർ 24ലും സ്പിന്നിയിലും നമ്മുടെ കൊച്ചിയിൽ രണ്ടിടത്ത് ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തു എൻ്റെ കാറിൻ്റെ ഇൻസ്പെക്ഷനായിട്ട്. എൻ്റെ വീട് കൊച്ചിയിൽ എറണാകുളം ആ സിറ്റി റീജിയനിലല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അവരുടെ ഓഫീസിലായിട്ട് തന്നെയാണ് അപ്പോയിൻ്റ് എടുത്തത്. അല്ലെങ്കിൽ അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ കാർ ഇൻസ്പെക്ട് ചെയ്യുന്ന പരിപാടിയുമുണ്ട്. കാർ 24ൽ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തപ്പോൾ എല്ലാം നമുക്ക് ആപ്പ് ത്രൂ ചെയ്യാം, അല്ലെങ്കിൽ അവരെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യുന്ന സമയത്ത് കാർ 24ൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരൊരു 9 AM to 10 PM ഒരു ടൈമിംഗ് തന്നു. ഡേയിൽ ഏതൊരു ടൈമിൽ കൊണ്ടുവന്നാലും മതി എന്ന് പറഞ്ഞു. എത്ര നേരത്തെ കൊണ്ടുവരുന്നു അത്രയും നേരത്തെ കഴിയുമെന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. സ്പിന്നി പക്ഷേ എനിക്കൊരു കറക്റ്റ് ഒരു ടൈം സ്ലോട്ട് തന്നായിരുന്നു. ഈ ഒരു ടൈമിനകത്ത് ഇപ്പോൾ 12:30 to 1 PM അങ്ങനെ ഒരു ടൈം സ്ലോട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു വണ്ടി കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ആദ്യം ഞാൻ പോയത് കാർ 24ലോട്ടാണ്. 9 o'clock തൊട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു സൺഡേ ആയതുകൊണ്ടായിരിക്കും സ്റ്റാഫ് എല്ലാം കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ഏകദേശം ഒരു 10 മണി ആയപ്പോഴത്തേക്കും 9:45 10 മണി ആയപ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫ് വന്നു. വണ്ടി ആദ്യമേ ടെസ്റ്റ് ഡ്രൈവ് ആണ് ചെയ്തത്. അവർ ഇൻസ്പെക്ഷന് മുന്നേ ഞാനും കൂടെ ഉണ്ടായിരുന്നു. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. പക്ഷെ എനിക്കറിയില്ല, അവിടുത്തെ എംപ്ലോയി എന്തുകൊണ്ടോ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് എനിക്ക് അത്ര നല്ലൊരു ഇതായിട്ട് തോന്നിയില്ല. എനിക്ക് കുറച്ചത് ഫീൽ ചെയ്തു. പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞില്ല. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഫോൺ യൂസ് ചെയ്തിട്ട് വണ്ടി 1-2 തവണ പുള്ളിയുടെ ശ്രദ്ധ മാറിപ്പോകുന്ന പോലെ എനിക്ക് തോന്നി. ഫോൺ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് വണ്ടി ഇൻസ്പെക്ഷൻ കൊണ്ടുപോയപ്പോൾ ഞാൻ പിന്നെ വണ്ടി കാണുന്നില്ല. എൻ്റെ അടുത്ത് ആ ലോഞ്ചിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് അവർ വണ്ടി കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവരെ ഒരു ഭാഗത്തേക്ക് വണ്ടി കൊണ്ടുപോയി. ഞാൻ പിന്നെ വണ്ടി കണ്ടില്ല. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അവർ ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് വണ്ടി എനിക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവർ സംസാരിച്ചു. ഓക്കെ, ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്, എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു എമൗണ്ട് പറഞ്ഞു. അവർ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു ഒരു 15 മിനിറ്റ്സ് ഹാഫ് ആൻ അവറിൽ അവരെ ടീം കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോയിട്ട് അടുത്ത എൻ്റെ സ്പിന്നിയിലോട്ടുള്ള അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴികളിൽ തന്നെ അവർ കോള് വന്നിട്ട് അവർ എനിക്കൊരു എമൗണ്ട് തന്നു. ആ എമൗണ്ട് ഞാനിവിടെ പറയുന്നില്ല. ഒരു എമൗണ്ട് അവർ പറഞ്ഞിട്ട് ആക്ച്വലി അതിനെ വന്ന് പറഞ്ഞാൽ എനിക്ക് അത് മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടും വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് എഗ്രി ചെയ്തില്ല. അവർ നല്ലതുപോലെ എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കുമായിരുന്നു ഭയങ്കരമായിട്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് NRG ആണ്, ബേസ് മോഡലല്ല. അപ്പോൾ അവർ പറയുന്നത് വണ്ടി വാങ്ങുന്ന സമയത്ത് മാത്രമേ അതുള്ളൂ, വിൽക്കുന്ന സമയത്ത് ടിയാഗോ എന്ന് മാത്രമേ ഉള്ളൂ, NRG എന്നുള്ള വേരിയൻറ്റിന് വാല്യൂ ഒന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ റീസൺസ് പറഞ്ഞിട്ട് അവർ എന്നെ ഫുള്ള് കൺവിൻസ് ചെയ്യാൻ നോക്കുമായിരുന്നു അവരെ പ്രൈസിനായിട്ട്. അവർ പറഞ്ഞ പ്രൈസിൽ. പിന്നെ അവരെ പറഞ്ഞ പ്രൈസ് കഴിഞ്ഞിട്ട് അവർക്ക് എന്തോ ഒരു സർവീസ് ചാർജ് സംതിങ് ഉണ്ട്. ഒരു 5,000 or 6,000 rupees അവർക്കൊരു സർവീസ് ചാർജ് ഉണ്ട്. അതും കൂടെ ഡിഡക്റ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇവരെല്ലാം അക്കൗണ്ട് ട്രാൻസ്ഫറാണ് കേട്ടോ. സ്പിന്നി ആയാലും കാർ 24 ആയാലും നമുക്ക് അക്കൗണ്ട് ട്രാൻസ്ഫറാണ് ഫുൾ എമൗണ്ട് തരുന്നത്. നമ്മൾ കീ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നേ നമ്മളെ അക്കൗണ്ടിൽ ക്യാഷ് വരുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എഗ്രി ചെയ്തില്ല ആ പ്രൈസുമായിട്ട്. അവർ കോള് കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. അത് കഴിഞ്ഞിട്ട് അത് പോയി. ഞാൻ സ്പിന്നിയിലോട്ട് പോയിട്ടും ഞാൻ സ്പിന്നിയിൽ ചെന്നിട്ടും ഞാൻ കറക്റ്റ് അപ്പോയിൻമെൻറ്റ് ടൈമിൽ ചെന്നു. കുറച്ച് നേരത്തെയാണ് അവിടെ എത്തിയത്. ഒരു അപ്പോയിൻമെൻറ്റ് ടൈമിന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവിടെ. അപ്പോഴത്തേക്കും അവിടുത്തെ എക്സിക്യൂട്ടീവ് വന്നു. സ്പിന്നിയുടെ ആദ്യമേ പുള്ളിയും നമ്മുടെ കൂടെ വന്നിട്ട് ടെസ്റ്റ് ഡ്രൈവാണ് ചെയ്തത്. ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് പുള്ളി ഫോൺ യൂസ് അങ്ങനെ ഒന്നും ചെയ്തില്ല. വലിയതായിട്ട് നമ്മളുമായിട്ട് കോൺവെർസേഷൻ ഒന്നും ഇല്ലായിരുന്നു. പുള്ളി വണ്ടി ഓടിച്ചു, തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് നമ്മളോട്ട് ലോഞ്ചിലോട്ട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പുള്ളി കാറ് ഇൻസ്പെക്ഷൻ ചെയ്യാൻ തുടങ്ങി. അവരെ ചെക്ക് പോയിന്റ്സ് ഒക്കെ ഉണ്ട്, അത് ഇൻസ്പെക്ട് ചെയ്യാൻ തുടങ്ങി. സ്പിന്നിയിലെന്ന് പറയുമ്പോൾ നമുക്ക് വണ്ടി കാണാമായിരുന്നു. നമ്മളെ വണ്ടി ഇൻസ്പെക്ട് ചെയ്യുന്നത് നമ്മളെ മുന്നിലിട്ട് തന്നെയാണ് വണ്ടി ഇൻസ്പെക്ട് ചെയ്യുന്നത്.
അപ്പം നമുക്ക് കാണുന്നുണ്ടായിരുന്നു വണ്ടിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു, നമ്മൾ സ്പിന്നിൽ നിന്ന് ഇറങ്ങി. സ്പിന്നിൽ നിന്ന് ഇറങ്ങി അവരും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവർ പക്ഷേ നമ്മുടെ അടുത്ത് എത്ര പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നൊന്നും എക്സിക്യൂട്ടീവ് ചോദിച്ചില്ല. നമ്മുടെ അടുത്ത് ഇൻസ്പെക്ട് ചെയ്ത ആൾ ഒരിക്കലും ചോദിച്ചില്ല. നമ്മളെ അടുത്ത് ടീം കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പുള്ളി പിരിയാണ് ചെയ്തത്. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്പിന്നിൽ നിന്ന് കോൾ വന്നു. സ്പിന്നിൽ നിന്ന് ഒരു എമൗണ്ട് പറഞ്ഞു. സ്പിന്നിയുടെ എമൗണ്ട് ഞാൻ പറയാം, അവർ ഇനിഷ്യൽ പറഞ്ഞ എമൗണ്ട് തന്നെ കാർസ് 24-നേക്കാളും ഒരു 60,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കാർസ് 24 പറഞ്ഞതിനെക്കാട്ടി 60,000 രൂപ കൂടുതലായിരുന്നു സ്പിന്നി എനിക്ക് ഓഫർ തന്നത്. അപ്പോൾ ഞാനുമായിട്ട് സംസാരിച്ച എക്സിക്യൂട്ടീവ് പറഞ്ഞു, ഓക്കെ, ഞാൻ പറഞ്ഞു ഞാൻ അതിൽ നിന്ന് ഒരു 30,000 രൂപയും കൂടെ അവർ പറഞ്ഞ ഓഫറിൽ നിന്ന് ഒരു 30,000 രൂപയും കൂടെ കൂടുതൽ ചോദിച്ചു. നമ്മളെന്തായാലും കൂടുതൽ ചോദിക്കണമല്ലോ, എന്തായാലും ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ ചോദിച്ചു. അപ്പോൾ കൂടുതൽ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഓക്കെ, എന്താ പറയുന്നത്, ഓക്കെ നോക്കാം, നമ്മളെ ടീമുമായിട്ട് അവിടെ ഡിസ്കസ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി വെച്ചു. എന്നിട്ട് പുള്ളി കൺഫേം ചെയ്തു ആ വണ്ടിയുടെ 2 കീ നമ്മുടെ കയ്യിലുണ്ടോ, പിന്നെ RC ബുക്ക് എല്ലാം ഇതാണോ, വല്ല ലോണുണ്ടോ, അതെല്ലാം കൺഫേം ചെയ്തിട്ടാണ് നമുക്ക് ആ ഓഫർ തരുന്നത്. ഓക്കെ, എന്നിട്ട് പിറ്റേ ദിവസം ഒരു ദിവസം അവർ ടൈം എടുത്തു. അതിനുശേഷം അവർ പറഞ്ഞ ഇനിഷ്യൽ എമൗണ്ടിനേക്കാളും ഒരു 7,000 രൂപ കൂട്ടിയ ഒരു എമൗണ്ട് എനിക്ക് തരുവാണ് ചെയ്തത്. അത് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് റിജക്റ്റ് ചെയ്യാം. ആ ഓഫർ എനിക്ക് 3 ഡേയ്സ് വാലിഡ് ആയിരുന്നു. ഒബിയസ്ലി കാർസ് 24 സ്പിന്നിയും വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഒരു 60 ഇപ്പോൾ ഒരു 67,000 രൂപയുടെ ഡിഫറൻസ് വന്നു അവർ തന്ന ഓഫറുമായിട്ട്. അപ്പോഴും ഞാൻ എന്തായാലും സ്പിന്നി ആയിട്ട് പിന്നെ അവിടെ നെഗോഷിയേറ്റും ചെയ്യാൻ നിന്നില്ല. കാരണം എനിക്ക് വണ്ടി വിൽക്കാൻ കുറച്ച് അർജൻറ്റുമായിരുന്നു. അതുകൊണ്ട് ഞാനത് എഗ്രി ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, ഈ 3 ഡേയ്സ് ടൈം ഉണ്ട്, എന്നാണ് സാറിന് വണ്ടി കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വണ്ടി കൊണ്ടുവരാൻ പറ്റുന്ന ടൈം പറഞ്ഞു. ആ ടൈമിൽ ഞാൻ വണ്ടി കൊണ്ടുപോയി കൊടുത്തു. അവിടെ കുറച്ച് പേപ്പർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു സൈൻ ഇടാനൊക്കെ. അതെല്ലാം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഒരു 15 മിനിറ്റ്സിൽ അക്കൗണ്ടിലോട്ട് പൈസ ട്രാൻസ്ഫർ ആവുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കീ ഹാൻഡ് ഓവർ ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് ആ ഒരു 10 മിനിറ്റ്സിനകത്ത് തന്നെ പൈസ ട്രാൻസ്ഫർ ആയി. എന്നിട്ട് കീ ഹാൻഡ് ഓവർ ചെയ്തു. പിന്നെ അവരെല്ലാം നോക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ എഗ്രിമെൻറ്റിൽ അവർ എഴുതിയിട്ടുണ്ട്, ആ ഒരു ടൈം തൊട്ട് അവരെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ വണ്ടി എന്നുള്ളത്, അടുത്ത ഓണറിൻ്റെ അത് ട്രാൻസ്ഫർ ആവുന്നത് വരെ. ഓക്കെ, അങ്ങനെ കഴിഞ്ഞു. സ്റ്റിൽ ഞാൻ എൻ്റെ വണ്ടി കൊടുത്തു കഴിഞ്ഞിട്ടും കാർസ് 24 നിന്ന് എനിക്ക് കോൾ വന്നുകൊണ്ടിരിക്കുക. ഒരു 3-4 ടൈംസ് എനിക്ക് കാർസ് 24 നിന്ന് കോൾ വരുന്നുണ്ട് ആ സെയിം എമൗണ്ടിന് എന്നെ കൺവിൻസ് ചെയ്യാനായിട്ട്. ഞാൻ എന്താ പറയുന്നത്, അവരുടെ അടുത്ത് ഒരുപാട് തവണ അവരടുത്ത് പറഞ്ഞ് ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല എന്ന് സ്റ്റിൽ അവർ എന്നെ കോൾ ചെയ്തുകൊണ്ടിരുന്നു കാർസ് 24 നിന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ എന്താ പറയുന്നത് അനുഭവം എന്ന് പറയുന്നത്. അവസാനം കാർസ് 24-ൻ്റെ അകത്ത് ഞാൻ കുറച്ചൊന്ന് അവരുടെ അടുത്തൊന്ന് എന്താ പറയുക വോയിസ് ഒന്ന് റേസ് ചെയ്ത് പറയേണ്ടി വന്നു അവസാനം ആ കോളൊന്ന് നിർത്താനായിട്ട്. എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് കോൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഒരാഴ്ചയായിട്ട്. ആ ഒരു പ്രൈസിൽ എന്നെ കൺവിൻസ് ചെയ്ത് അവർക്ക് ആ വണ്ടി വേണം. അതുകൊണ്ട് ഞാൻ പിന്നെ അവരത് പറഞ്ഞു. പിന്നെ ആ കോളും നിന്നു, ഭാഗ്യത്തിന് എന്തുകൊണ്ടോ ആ കോളും നിന്നു. അപ്പോൾ അതാണ് എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞത്. പിന്നെ സ്പിന്നി എൻ്റെ അത് വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അവർ ആപ്പിൽ എന്താ പറയുന്നത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ വണ്ടിയുടെ ഓണർ ട്രാൻസ്ഫർ ആവുന്നുണ്ടോ എന്താണുള്ള സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ടോ ഞാൻ എന്താ പറയുന്നത് കണ്ടിന്യൂസ്ലി ഞാൻ ആപ്പിലും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എത്ര പ്രൈസ് കൂട്ടിയാണ് അവർ ഇതിനകത്ത് വണ്ടി പോസ്റ്റ് ചെയ്യുന്നതെന്ന്. എനിക്ക് വിൽക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു അറിയാനുള്ള ആഗ്രഹത്തിന് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ വണ്ടിയിൽ അവിടെ പോസ്റ്റ് ചെയ്തില്ല. അതിനു മുന്നേ എനിക്ക് തോന്നുന്നു അവരത് സെയിലായി പോയായിരുന്നു വണ്ടി. പക്ഷെ അത് നല്ല ടൈം എടുത്തായിരുന്നു. എൻ്റെ വണ്ടിയിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. എൻ്റെ വണ്ടിയുടെ സീറ്റ് ബെൽറ്റ് സ്റ്റക്കായിട്ടിരിക്കുകയായിരുന്നു, ഡ്രൈവർ സൈഡ് സീറ്റ് ബെൽറ്റ് സ്റ്റക്കായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ പാർട്സ് വരാനും അത് ക്ലിയർ ചെയ്യാനുമായിട്ടായിരിക്കും അവർക്ക് അത് ടൈം എടുത്തത്. പിന്നെ വണ്ടി അവർ സ്പിന്നീരും വണ്ടി അവിടെ ഞാൻ ഇൻസ്പെക്ഷൻ കൊണ്ടുപോയ സ്ഥലത്തല്ല അവരെന്നെ വിളിപ്പിച്ചത്. അവരുടെ വർക്ക്ഷോപ്പുണ്ട്, വർക്ക്ഷോപ്പിലോട്ടാണ് വിളിപ്പിച്ചത്. വർക്ക്ഷോപ്പിലാണ് ഞാൻ വണ്ടി അവർക്ക് കൊടുത്തത്. മേ ബി അവിടെ നിന്ന് അത് പാർട്സ് വരാനും ക്ലിയർ ചെയ്യാനുമായിട്ടായിരിക്കും ടൈം എടുത്ത്. ഏകദേശം ഒരു 2 മാസം എടുത്തു ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് എൻ്റെ അത് വണ്ടി എടുത്തിട്ട്. പക്ഷെ അതിനിടയ്ക്ക് ഞാൻ അവരെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ടില്ല. പക്ഷേ അവർ മെസ്സേജ് ആയിട്ടും എന്നെ എപ്പോഴും ഇൻഫോം ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഡിലേ വരുന്നുണ്ട്, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴും അവർ മെസ്സേജിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഉടനെ തന്നെ ഇത് ആവുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു 2 മാസം ടൈം കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും വണ്ടി എൻ്റെ ആപ്പിൽ നോക്കിയപ്പോഴത്തേക്കും വണ്ടിയുടെ ഓണർ ട്രാൻസ്ഫർഷിപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം RC ട്രാൻസ്ഫറും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് വേറെ എക്സ്പീരിയൻസ് ആയിട്ടായിരിക്കും ഇത്. ഒരു പ്ലാറ്റ്ഫോമിനെയും
ഉയർത്തിക്കാരും താഴ്ത്തി കിട്ടാനുമല്ല, എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടായിരുന്നു. നിങ്ങളുടെയും എക്സ്പീരിയൻസ് ഇവിടെ കമൻറ്റ് ചെയ്യാം. കാർ24ലും സ്പിന്നിലും കാറ് വിട്ടിട്ടുള്ളവർക്ക് നിങ്ങളുടെ ഞാൻ എൻ്റെ ജെനുവിനായിട്ടുള്ള അഭിപ്രായം ഇവിടെ പറയുകയാണ് ഉണ്ടായത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോക്കലായിട്ടുള്ള ഒരുപാട് ഡീലേഴ്സ് ഉണ്ട് കാറ് വിൽക്കാനും വാങ്ങാനും. ഞാൻ പിന്നെ ഇതൊരു ഹാസിൽ ഫ്രീ എക്സ്പീരിയൻസ് ആണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ തന്നെ അതിൻ്റെ പിറകെ നമ്മൾ പിന്നെ നടക്കേണ്ട കാര്യമില്ല. ഓണർഷിപ്പ് ട്രാൻസ്ഫർ എന്തായാലും പേയ്മെൻ്റ് ആയാലും എല്ലാം ഓൺലൈനാണ്. വിത്തിൻ മിനിറ്റ്സ് നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് വരും. വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. ചിലപ്പോൾ ലോക്കൽ ഡീലേഴ്സിന് പോയാൽ ഇതിനെക്കാട്ടും ചിലപ്പോൾ പ്രൈസ് കിട്ടിയേ. നമ്മൾ ഡയറക്റ്റ് ആൾക്കാർക്ക് പാർട്ടീസിന് സെയിൽ ചെയ്യണമെങ്കിൽ ഇതിൽ നിന്നും നല്ല പ്രൈസ് കിട്ടിയേനെ. പക്ഷേ അതിൻ്റെതായ സമയവും എന്താ പറയുക ഒരു കൺവീനിയൻസ് നോക്കിയാണ് ഞാനിത് സ്പിന്നി ചൂസ് ചെയ്തത്. ഞാൻ പക്ഷേ രണ്ടും ട്രൈ ചെയ്തു. കൊച്ചിയിൽ രണ്ടും ട്രൈ ചെയ്തു. സെയിം ഡേ അപ്പോയിൻമെൻ്റ് എടുത്ത് ട്രൈ ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ആർക്കെങ്കിലും കാർ വിൽക്കാൻ പോകുന്നവർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്താണെന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഡ്രാക്സ് സൈനിങ് ഓഫ്.